ഹോം ടു ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട 10 പ്രോബ്ലംസും 10 സൊല്യൂഷൻസുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടോയ്ലറ്റ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ 4 കാര്യങ്ങളും ആ 4 കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സേഫ്റ്റി റിലേറ്റഡ് ആണ്. ടോയ്ലറ്റിനകത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സേഫ്റ്റി. ഇന്ന് ആധുനിക റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ മരണപ്പെടുന്നതിൽ, ആക്സിഡൻറ്റ് മൂലം മരണപ്പെടുന്നതിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ശരിക്കും ടോയ്ലറ്റ്സിൽ വീണ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ സേഫ്റ്റി എലമെൻറ്റ്സ് മൂലമുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻസുകൾ ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ലോഗിങ് ആണ്. നമ്മൾ കുളി കഴിഞ്ഞ് വെള്ളം ഒന്നും ഡ്രെയിൻ ഔട്ട് ആവാതെ മൊത്തം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ടോയ്ലറ്റ്സിനകത്ത് നിന്ന് വെള്ളം ബെഡ്റൂമുകളിലേക്കൊക്കെ വരുന്ന ഒരു പ്രതിസന്ധി പലപ്പോഴും കാണാറുണ്ട്. നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് കൺജഷനാണ്. നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കംഫർട്ടിന് അനുസരിച്ചിട്ട് അത് വരാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് 4 പ്രോബ്ലംസിനും ഒരൊറ്റ സൊല്യൂഷൻസാണുള്ളത്. സോണിങ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ പോയിന്റ്. ഒരു ടോയ്ലറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ടോയ്ലറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് സോണിങ്. സോണിങ് എന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ്സിനെ മെയിനായിട്ട് 2 സോണുകളായിട്ട് തിരിക്കാം. അതിൽ ഡ്രൈ സോണുമുണ്ട്, വെറ്റ് സോണുമുണ്ട്. അല്ലെങ്കിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്ന് പറയാം. വാഷ് ബേസിനും വാട്ടർ ക്ലോസറ്റും ഡ്രൈ ഏരിയയിലും ഷവർ ക്യൂബിക്കിളോ അത് അനുബന്ധമായിട്ട് കുളിക്കുന്നതിനുള്ള സംവിധാനം വെറ്റ് ഏരിയയിലും വരത്തക്ക രീതിയിലാണ് നമുക്കത് ഡിസൈൻ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടോയ്ലറ്റിനകത്ത് ഒരു ഡ്രൈ സോൺ ഉണ്ടാവും, ഒരു വെറ്റ് സോൺ ഉണ്ടാവും. ഇത് ഡ്രൈ സോണാണ്, ഇത് വെറ്റ് സോണാണ്. ഡ്രൈ സോണിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒരു വാട്ടർ ക്ലോസറ്റ് ഉണ്ടാവും, ഒരു വാഷ് ബേസിൻ ഉണ്ടാവും. വെറ്റ് സോണിൽ ഷവർ ആയിരിക്കും ഉണ്ടാവുക. ഇതിനെ നമ്മൾ ഒരു പാർട്ടീഷൻ ഇടയ്ക്ക് വേണം താനും. ഈ പാർട്ടീഷൻ ഒന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഷവർ കർട്ടൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്ലോറിലുള്ള ഡിപ്പ് ആവാം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ തിരിക്കണം. അതിന് നമുക്ക് കൃത്യമായ ഒരു പാർട്ടീഷൻ വേണം താനും. ടോയ്ലറ്റിൻ്റെ ഡിസൈൻ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോയ്ലറ്റിന് നമ്മൾ വീതി കുറഞ്ഞിട്ട് നീളം കൂടിയിരിക്കുന്ന പാറ്റേൺ ആണ് എപ്പോഴും നല്ലത്. ഈ വീതിനേക്കാളും ഈ നീളം കൂടുതലായിരിക്കും ഒരു ഐഡിയൽ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ. ഇതിനകത്ത് നമ്മൾ ഇതിനെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ആയിട്ട് തിരിക്കുക. ഇത്രയും ഭാഗം ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് ഡ്രൈ സോണായിട്ടും ഇവിടുന്ന് ഇത്രയും ഏരിയ വെറ്റ് സോണായിട്ടും ആണ് മെയിനായിട്ട് നമ്മൾ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു 90 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ നമുക്ക് ഡോർ കയറി വരുമ്പോൾ ഒരു വാഷ് ബേസിൻ, WC, ഇവിടെ ഷവർ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാഷ് ബേസിന് നമുക്ക് ഒരു 60 സെൻറ്റിമീറ്ററും ഇതിന് ഈ WCയുടെ സൈഡിൽ നമുക്കൊരു ഹെൽത്ത് ഫോസറ്റിനുള്ള പ്രൊവിഷനും വേണം. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു 90 സെൻറ്റിമീറ്ററും വേണം. അപ്പോൾ ഇത് ടോട്ടൽ ഐഡിയൽ ഒരു ടോയ്ലറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 240 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഈ വീതി ഒരു 140-150 ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് എപ്പോഴും ഡ്രൈ സോണായിട്ടും ആക്ട് ചെയ്യും, ഈ ഭാഗം എപ്പോഴും വെറ്റ് സോണായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വീഴുന്ന വെള്ളം എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും കെട്ടിക്കിടക്കുന്നുണ്ടാവുക. ഈ വെള്ളം ഇങ്ങോട്ട് വരണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇത് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ഫ്ലോറിനകത്ത് നമ്മുടെ ബെഡ്റൂംസിൻ്റെ റൂം ലെവല് നിന്ന് ഒരു ഡിപ്പ് കൊടുത്തിട്ട് ഡ്രൈ ഏരിയയും അവിടുന്ന് ഒരു ഡിപ്പ് കൊടുത്തിട്ട് വെറ്റ് ഏരിയയും നമ്മൾ കൊടുക്കണം. ഇതാണ് വെറ്റ് ഏരിയ, ഇത് ഡ്രൈ ഏരിയ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 സെൻറ്റിമീറ്റർ ടു 5 സെൻറ്റിമീറ്റർ വരെ ഇത് ഓക്കെയാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്ററെങ്കിലും കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ
ഇതിനകത്ത് വീഴുന്ന വെള്ളം യാതൊരു കാരണവശാലും ഇപ്പുറത്തേക്ക് വന്ന് റൂമിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ്ലി എപ്പോഴും ഓക്കെ ആയിരിക്കും, ഇതും ഓക്കെ ആയിരിക്കും. അത് കൂടാതെ വേറൊരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ഇതിന് ഒരു ഡ്രെയിൻ കൊടുക്കണം, ട്രാപ്പ്. അതേപോലെ തന്നെ ഇതിനും ഒരു ഡ്രെയിൻ, ഇവിടെ ഒരു ട്രാപ്പ്, ഇതിനൊരു ട്രാപ്പ്, ഇതിനൊരു ട്രാപ്പ്, ഇങ്ങനെ 2 ട്രാപ്പുകൾ നമ്മളിതിന് കൊടുത്താൽ നമ്മുടെ ടോയ്ലറ്റിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടും മറ്റും ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഈ സോണിങ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 4 പ്രോബ്ലംസുകളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 5ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലീക്കാണ്. നമ്മൾ പല അപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ടോയ്ലറ്റിനോട് ചേർന്നുള്ള ഭിത്തികളിൽ ചെറിയ ചെറിയ കന്നിവ് ഇങ്ങനെ വരികയും ആ പെയിൻറ്റിങ് അടർന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നം. ഇത് പല തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിലാണ്. ടോയ്ലറ്റ് ചെയ്യുന്ന സമയത്ത് സോണിങ്, നമ്മൾ മുമ്പ് പറഞ്ഞ സോണിങ് കൃത്യമായി ചെയ്യുക. 2ാമത്തത് ടോയ്ലറ്റ് പ്ലംബിംഗ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ പ്രൂഫിംഗ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ ടോയ്ലറ്റിൻ്റെ ഫ്ലോറ് മാത്രമായിരുന്നു വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വാളും കൂടി നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൽ പെടുത്താറുണ്ട്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഫ്ലോറും വാളും നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുക. ആ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഹൈറ്റ് പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. മിനിമം ഒരു 60 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഒരു 120 സെൻറ്റിമീറ്റർ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഫുൾ ഹൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിലും നല്ലതാണ്. ഈ ലീക്കേജ് ഇഷ്യൂവിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വെള്ളം ടോയ്ലറ്റിൻ്റെ ടൈലുകൾക്കിടയിലൂടെ താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇത് ഭിത്തിയിൽ വന്ന് കാപ്പിലറി ആക്ഷനിലൂടെ ഭിത്തിയുടെ മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ്. അപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ ഇൻസൈഡിൽ ഫ്ലോറിലും വാളിലും നമ്മൾ വാട്ടർ പ്രൂഫിങ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളതും ക്വാളിറ്റി ഓറിയൻറ്റഡുമായിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാം. അതുകൂടാതെ ടോയ്ലറ്റിലെ ടൈല് വിരിക്കുമ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ടോയ്ലറ്റിൻ്റെ ടൈല് ഫ്ലോറും വാളും നമ്മൾ സ്പേസർ ഉപയോഗിച്ച് വിരിച്ചതിന് ശേഷം അതിനകത്ത് എപ്പോക്സി ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം പെനിട്രേറ്റ് ചെയ്യുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് അഡീഷണലായിട്ട് ഇപ്പം നിങ്ങളുടെ ടോയ്ലറ്റ് കോർ കട്ടിംഗ് മെത്തേഡിലാണ് പ്ലംബിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കോർ കട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ സ്ലീവ് കൂടാതെ, അതായത് സോയിലിൻ്റെയും വേസ്റ്റ് വാട്ടറിൻ്റെയും പോകുന്നത് കൂടാതെ ഒരു അഡീഷണൽ ചെറിയ ഹോൾ ചെയ്തിട്ട്, കോർ കട്ടിങ്ങിൽ ചെറിയൊരു ഹോൾ ചെയ്തിട്ട് ഈ അഡീഷണൽ ഡ്രെയിൻ ചെയ്ത് വരുന്ന വെള്ളം എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നിങ്ങൾ കൊടുത്താൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കാതെയും ഭിത്തിയിലേക്ക് വന്ന് അബ്സോർബ് ചെയ്യാതെയും അത് ഒഴുകി പോകാനായിട്ട് പറ്റും. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്മെല്ലാണ്, ഫോൾ സ്മെല്ലാണ്. ടോയ്ലറ്റിനകത്ത് പലപ്പോഴും ഫോൾ സ്മെല്ല് ഫോം ചെയ്യുകയും അത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കും പുറത്ത് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതിന് ഏറ്റവും പ്രോപ്പറായിട്ട് വെന്റിലേഷൻ സിസ്റ്റം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സോസ്റ്റ് ഫാനിലുള്ള ഇലക്ട്രിക്കൽ പോയിൻ്റ് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കുകയും ഒരു എക്സോസ്റ്റ് ഫാൻ നമുക്ക് ടോയ്ലറ്റിൻ്റെ എക്സ്റ്റീരിയർ ഭിത്തിയിലേക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഒരു സ്മെൽ ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൽ നമ്മളൊരു വെന്റിലേറ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ വെന്റിലേറ്ററിനകത്ത് തന്നെ ഒരു എക്സോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും ഫിക്സഡും. അപ്പോൾ എക്സോസ്റ്റ് ഫാനിന് വേണ്ടിയിട്ട് നമുക്കൊരു അഡീഷണൽ ഹോൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ടോയ്ലറ്റിൽ പലപ്പോഴും സ്മെല്ല് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് എയർ ഫ്ലോ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൻ്റെ വെന്റിലേറ്റർ പ്ലാൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചാൽ കുറേയധികം പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വെന്റിലേറ്ററിന് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു വെന്റിലേറ്ററായിട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിനെ നമുക്ക് 3 പാർട്ടീഷൻസ് ആയിട്ട് തിരിക്കാം. അതിൽ ഈ ഭാഗം ഓപ്പണബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കാം, ഈ ഭാഗം ഫിക്സഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാം, ഈ ഒരു ഭാഗത്ത് ഒരു എക്സോസ്റ്റിനുള്ള പ്രൊവിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് നോർമലി നമ്മൾ ഒരു ചെറിയ വിൻഡോ പോലെ നമ്മൾക്ക് വെന്റിലേറ്ററിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിനകത്തുള്ള സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഭിത്തിക്കകത്ത് വേറൊരു ഹോൾ ഇടാതെ തന്നെ എക്സോസ്റ്റ് ഫാൻ നമുക്ക് ഈ വെന്റിലേറ്ററിനകത്ത് തന്നെ പിടിപ്പിക്കാം. ആവശ്യത്തിന് ലൈറ്റ് ധാരാളം കിട്ടുകയും ചെയ്യും, വെട്ടം നന്നായിട്ട് കിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കാം. അതല്ലാത്ത സമയത്ത് ഈ ഫിക്സ്ഡ് ഓപ്ഷനിലൂടെ ധാരാളം വെട്ടം നമുക്ക് ടോയ്ലറ്റിനകത്തേക്ക് കിട്ടും. ഏഴാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഇഷ്യൂസ് ആണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് സോപ്പ് നോക്കുമ്പോൾ സോപ്പ് ഉണ്ടാവില്ല, സോപ്പ് ചിലപ്പോൾ താഴെ വീഴും. ആകപ്പാടെ ഒരു മാനേജ്മെൻറ്റ് ഓപ്പറേഷണൽ ഇഷ്യൂസുകൾ ഫേസ് ചെയ്യാറുണ്ട്. ഇതിന് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ മനോഹരമായിട്ടുള്ള നിഷ് സ്പേസുകൾ കൊടുക്കുക. അപ്പോൾ ഈ സോപ്പും അനുബന്ധ സാധനങ്ങളും ഒക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് കട്ട കിട്ടുന്ന സമയത്ത് തന്നെ പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു നിഷ് സ്പേസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓപ്പറേഷണൽ ഇഷ്യൂസുകളെ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എട്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇഷ്യൂ ആണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന രണ്ട് ഘടകങ്ങളാണ് ടോയ്ലറ്റും അതുപോലെ കിച്ചനും. ടോയ്ലറ്റിനകത്ത് നല്ലൊരു പൈസ നമുക്ക് സ്പെൻഡ് ആവാറുണ്ട്. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടൈല് വരുന്നുണ്ട്, സാനിറ്ററി ഐറ്റംസുകൾ വരുന്നുണ്ട്, CP ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഇൻറ്റീരിയർ, ഇങ്ങനെ എല്ലാം വരുമ്പോൾ അതിനകത്തൊരു ബഡ്ജറ്റ് നമ്മൾ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. സാനിറ്ററി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ബാത്ത് സ്റ്റുഡിയോകളുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകൾക്കും ബാത്ത് സ്റ്റുഡിയോകൾ അവൈലബിൾ ആണ്. അവിടെ സെയിൽ ഉണ്ടാവില്ല, അവിടെ നമുക്ക് മെറ്റീരിയൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലോസറ്റുകൾ, വാഷ് ബേസിനുകൾ, അവിടെ നമ്മൾ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന സാധനം നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കൃത്യമായൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും ഈ ബഡ്ജറ്റിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് റിസോൾവ് ചെയ്യാനും പറ്റും. അടുത്തത് ക്ലീനിങ് ആക്സസറീസുകൾ പ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിന് ടോയ്ലറ്റ് ക്ലീനർ ആവശ്യമുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള ടവലുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് പ്ലേസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു വാനിറ്റി കൗണ്ടർ കൊടുത്താൽ മതിയാവും. നമ്മൾ വാഷ് ബേസിൻ ഏത് ടൈപ്പിലാണ് എന്നുള്ളത് വാഷ് ബേസിൻ്റെ ബോട്ടം സ്പേസിൽ നമ്മളൊരു വാനിറ്റി കൗണ്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സുഖമായിട്ട് ഒഴിവാക്കാൻ പറ്റും. 10ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിന് പ്രഷർ ഒട്ടുമില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ വില കൂടിയ റെയിൻ ഷവർ പോലുള്ള ഷവർ യൂണിറ്റ്സുകളൊക്കെ മേടിക്കുന്നുണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് വളരെ നൂല് പോലുള്ള വെള്ളമായിരിക്കും വരണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, പ്ലംബിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രഷർ പമ്പ് വയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്താൽ നന്നായിരിക്കും. ഹൈറ്റ് കൂടുതലുള്ള ഗ്രാവിറ്റിയിൽ കിട്ടുന്ന പ്രഷർ കിട്ടുന്ന സ്പേസുകളാണെങ്കിൽ അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രഷർ പമ്പ് നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് ഈ ചാനൽ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.